2004 പറയുന്നത്. എന്ന് വെച്ചാൽ പ്ലെയേഴ്സായി ഞങ്ങളും UDF മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ അവർക്ക് വലിയ മുന്നേറ്റം കിട്ടിയ ഒരു ഉദാഹരണം എടുക്കുകയാണ്. അതിന് നീതീകരിക്കുന്നതായി വെക്കുന്നത് അന്നൊരു NDA ഗവൺമെന്റ് ആയിരുന്നു. അതിനെ തകർത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലം. ഇവിടെ എങ്ങനെയാണോ ഈ യാഥാർത്ഥ്യം? 2004 റിയാസ് ദയവ് ചെയ്ത് നിങ്ങൾ CPM പ്രതിനിധിയായിട്ട് പറയരുത്. കാരണം 2004 ആവർത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയിട്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന അർത്ഥം. 2004 ഇവിടെ കുറച്ച് സീറ്റ് കിട്ടിയെങ്കിൽ ഡൽഹിയിൽ ചെയ്ത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണല്ലോ. 2004 തന്നെയാണ് പറയുന്നത്, ഒരു മതേതര ജനാധിപത്യ ബദൽ, അതിൽ അവരുണ്ടാവില്ല. അവിടെയാണ് ഇവിടെ നിന്ന് ഇദ്ദേഹം പറഞ്ഞതിൽ ഞാൻ തുടങ്ങാൻ ആരംഭിക്കുന്നത്. ഒരു റിവഞ്ച്, ജനങ്ങൾ വോട്ട് രാവിലെ മുതൽ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടായത് ഒരു റിവഞ്ച്. ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ ഗവൺമെന്റ് ഭരണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ അടിച്ചമർത്തുകയും പ്രളയം ഉണ്ടാക്കുകയും. നിയമസഭാ തെരഞ്ഞെടുപ്പല്ല അല്ല വേണു, അല്ലല്ല ഞാൻ പറയാം. അല്ലല്ല, ഓരോ സ്ഥലങ്ങളിലും മോഡി സർക്കാരിനെതിരെ റിവഞ്ച് അങ്ങനെയെങ്കിൽ ഭാഗികമായി യോജിക്കാവൂ. കാരണം ഈ റിവഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്ത്, ഞാൻ ആ വാക്ക് അദ്ദേഹത്തിൽ നിന്ന് കടമെടുത്തെങ്കിൽ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്ത് അങ്ങനെ എന്റെ ഇന്റർപ്രിട്ടേഷൻ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മറ്റുള്ള അഭിപ്രായം ഉണ്ടാകാം. ഈ റിവഞ്ച് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ഏറ്റവും പ്രധാനമായി സ്പർശിക്കുന്ന പ്രശ്നത്തിലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഈ കേരളത്തിലെ ചരിത്രത്തിൽ പോലും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിൽ 2 സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾ കൊണ്ടാണ്. ഒന്ന് പ്രളയം, മറ്റൊന്ന് വിശ്വാസികളുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയത്. ഇത് രണ്ടും വോട്ടായി ഒഴുകിയെത്തിയെന്നും വളരെ വലിയൊരു വിഭാഗം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ BJP അതായത് BJP വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ സാധിച്ച നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തുവെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിലേക്ക് വരാം. ശ്രീ A. സജീവൻ, ഇവിടെ ഇവർ ഒരൊറ്റ വിഷയത്തിലാണ് പ്രധാനമായും മുന്നിയത്. പ്രളയമൊന്നും കാര്യം ശരി, റിയാസ് പറഞ്ഞോളൂ. ഒറ്റ കാര്യം, അപ്പൊ ഇത് കേന്ദ്ര ഗവൺമെന്റിനെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പല്ലേ? കേന്ദ്ര ഗവൺമെന്റ് നൽകിയ വാഗ്ദാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തില്ല. ഞാൻ പറയട്ടെ, അല്ലല്ല, പരസ്പര ധാരണയിലല്ല പോകേണ്ടത്. അങ്ങയുടെ ചോദ്യം വന്നു, രാജേഷ് മറുപടി പറയുന്നു, അതിന് മറുപടി അങ്ങേക്ക്. കേരളത്തിനെ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും വാഗ്ദാനങ്ങൾ പാലിക്കാതെയുണ്ടോ? ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാതെയുണ്ടോ? ഞങ്ങൾ വാഗ്ദാന ലംഘനം നടത്തിയിട്ടുണ്ട്. എത്ര വാഗ്ദാനം കിട്ടിയ പണിന് ഭിന്നിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കും. 24 മണിക്കൂറിൽ 24 യുവാക്കൾക്ക് തൊഴിലില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് രാഹുൽ കേരളത്തിൽ വന്ന് പറഞ്ഞത്. 24 മണിക്കൂറിനിടയിൽ 24 യുവാക്കൾക്ക് തൊഴിലില്ലാത്ത സാഹചര്യം. എന്റെ വേണു, ഇതേ രാഹുലല്ലേ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ട് എനിക്ക് തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൊണ്ട് ഞാൻ പറഞ്ഞു മാപ്പ് തരണം. ഇതൊക്കെ ശ്രീ സജീവനിലേക്കാണ് പോകുന്നത്. ഒന്ന് വഴങ്ങണം വി രാജേഷ്. അങ്ങയുടെ വിഷയത്തിലേക്കാണ്. നിങ്ങളുടെ പ്രധാനമന്ത്രി ചരിത്രത്തിൽ ആദ്യമായി 5 വർഷത്തിന് ശേഷം പത്രസമ്മേളനം നടത്താൻ പോകുന്നു. എന്തുകൊണ്ടാണ് വലിയ വാർത്ത മറ്റൊരു പത്രസമ്മേളനമാണ്? കാരണം അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് മാറുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും പത്രസമ്മേളനം നടത്തുന്ന അദ്ദേഹത്തിന് മോഹം. ഇനി ചിലപ്പോൾ നടന്നില്ലെങ്കിലോ? ഇനി അദ്ദേഹത്തിന് പത്രസമ്മേളനം നടത്താൻ ഭാഗ്യം കിട്ടിയല്ലോ കരുതി പ്രധാനമന്ത്രി എന്ന നിലയിൽ അവസാനത്തെയും ആദ്യത്തെയുമായ ഒരു നിമിഷം ശ്രീ സജീവൻ, ഇവിടെ വി രാജേഷ് പറയുന്നു ശബരിമലയുടെ കാര്യത്തിൽ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അടിച്ചമർത്തൽ നേരിടേണ്ടി വന്ന ഒരു വിഭാഗത്തിന്റെ റിവഞ്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന്. ശരിയാണ്. ഇവിടെ BJPക്ക് ആദ്യമായാണ് മുസ്ലിം വിരോധം ഉണ്ടാക്കാവുന്ന ഒരു മുദ്രാവാക്യം, ആ ധ്വനി ഉണ്ടാകാവുന്ന ഒരു മുദ്രാവാക്യത്തിലേക്ക് എപ്പോഴും പതിക്കുന്ന പതിവിൽ നിന്ന് മാറി ഹിന്ദുക്കളുടെ വിശ്വാസം അത് മറ്റേതെങ്കിലും ഒരു മതത്തിന് മറ്റേതെങ്കിലും ഒരു മതത്തിന് എതിരല്ലാത്തൊരു മുദ്രാവാക്യം ഇവർക്ക് കിട്ടിയ സംഭവം തന്നെയാണ് ശബരിമല. ഒരു സെക്കൻഡ്. സാധാരണഗതിയിൽ ഇവരുടെ എല്ലാ നിലപാടും ഇവിടെ മുസ്ലിം പ്രീണനമാണ്,
ഇവിടെ 5ാം മന്ത്രിയാണ്, ഇവിടെ മുഴുവൻ പച്ചയാണ്. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരൊരു പ്ലെയറായി വന്ന സമയത്തും ഏറ്റവും വലിയ ഈ പറയുന്ന തരത്തിലുള്ള വർഗീയ പ്രചാരണമാണ് അഴിച്ചുവിട്ടത്. അന്നൊക്കെ അതിന്റെ എതിർപക്ഷത്ത് മുസ്ലിം വിഭാഗം ഉണ്ടായിരുന്നു. എന്നാൽ നടാടെ ഇവർക്ക് ഈ പറയുന്ന ഒരു മതവിഭാഗം അവർ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞ മതവിഭാഗത്തിന്റെ വ്രണപ്പെട്ട വികാരത്തിനെ ചാമ്പ്യൻ ചെയ്യാൻ അവർക്കൊരവസരം കിട്ടി. ശ്രീ സജീവൻ, ഇത് ശരിയായിരിക്കാം രാജേഷ് പറയുന്നതിന്റെ ഒന്നാം ഭാഗം. പക്ഷെ പിന്നീട് ഇത് എങ്ങനെയാണ് വർഗീയ വിദ്വേഷം വമിക്കുന്ന തരത്തിലേക്ക് പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ മാറ്റിയത് എന്ന് കേരള വോട്ടർ കണ്ടു. അപ്പോൾ എതിർഭാഗത്ത് മുസ്ലിങ്ങൾ ഉള്ളപ്പോൾ കാട്ടുന്ന അതേ വർഗീയ വീര്യം എതിർഭാഗത്ത് ആരുമില്ലാത്തൊരു വിഷയത്തിലും ഇവർ പുലർത്തുന്നത് കേരളം കണ്ടില്ലേ? അങ്ങനെയെങ്കിൽ രാജേഷ് സ്വപ്നം കാണുന്ന രൂപത്തിൽ സെക്കുലർ വോട്ട്, ഈ പറയുന്ന ഹൈന്ദവ വിഭാഗത്തിന്റെ സെക്കുലർ വോട്ട്, അത് BJPക്ക് എടുക്കാൻ കഴിയുമോ ശ്രീ സജീവൻ? പിന്നെ ഞാനിതിൽ എൻ്റെ അഭിപ്രായമായിട്ടല്ല പറയുന്നത്. രാജേഷ് ഇപ്പോൾ നടത്തിയിട്ടുള്ള അവകാശവാദത്തിനെ ഏതാണ്ട് ഖണ്ഡിക്കുന്ന രൂപത്തിലാണ് കുമ്മനം രാജശേഖരൻ എന്നത്തെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം രാജേഷിനെ ഖണ്ഡിക്കുന്നതെല്ലാം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വർഗീയ വികാരം ആളിക്കത്തിച്ച് പരമാവധി ഞങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾ നടത്താൻ LDFും UDFും ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലമാണല്ലോ BJPയുടെ NDAയുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള മണ്ഡലം. ജയിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ മണ്ഡലം പത്തനംതിട്ടയേക്കാൾ കൂടുതൽ തിരുവനന്തപുരമാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി വളരെയധികം അവർ ഗവർണർ സ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന് വളരെ ആഘോഷപൂർവ്വം കൊണ്ടുവന്നുള്ള സ്ഥാനാർത്ഥി പറയുന്നു, ഇപ്പോൾ ഈ പ്രശ്നം വർഗീയ പ്രശ്നങ്ങൾ ഉയർത്തി വിട്ടുകൊണ്ട് ഞങ്ങൾക്കെതിരെ LDFും UDFും പരമാവധി നീക്കങ്ങൾ നടത്തിയെന്ന് പറയുമ്പോൾ അതൊരു ആത്മവിശ്വാസത്തിന്റെ വാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രാജേഷ് എങ്ങനെ കണ്ടു? സജീവൻ ഏറ്റവും ശക്തമായി തിരുവനന്തപുരം വോട്ടറിന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചോദ്യം ഇട്ടുകൊടുത്തത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. ഇയാൾക്ക് രാഷ്ട്രീയ പാരമ്പര്യമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ VV രാജേഷ്, കുമ്മനത്തിന് രാഷ്ട്രീയ പാരമ്പര്യമില്ല. കുമ്മനത്തിനുള്ള പാരമ്പര്യം എന്നത് RSSകാരുടെ പാരമ്പര്യമാണ്. അത് 2 ഘട്ടങ്ങളിലായി, അതായത് ഈ നിലയ്ക്കലിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ മാറാടിന്റെ കാര്യത്തിലായാലും എതിർ വിഭാഗത്തെ ശത്രുവാക്കുന്ന സമരങ്ങളുടെ ചാമ്പ്യനായിട്ട് വന്നു എന്നാണ് പറയുന്നത്. അതിവിടെ നീറിപ്പടർന്നു. RSSന്റെ പാരമ്പര്യമാണ് കുമ്മനം രാജശേഖരനുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വിജയം അഡ്മിറ്റ് ചെയ്യല്ലേ കുമ്മനത്തിന്? കാരണം RSSന്റെ പാരമ്പര്യവും പശ്ചാത്തലമുള്ള നരേന്ദ്രമോദിയാണ് ഇന്ത്യയെ നയിക്കാൻ പോകുന്നതെന്ന് 2013 മുതൽ 2014 വരെ ഞങ്ങൾ ക്യാമ്പയിൻ നടത്തിയപ്പോൾ ജനം പറഞ്ഞു അത്തരത്തിലൊരാളാണ് നയിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് 283 സീറ്റിന്റെ ഭൂരിപക്ഷം നൽകിയ ചരിത്രമുള്ളപ്പോൾ അങ്ങനെ എന്റെ ജ്യോതി അതാണ് മറുപടി. ഒരിക്കലും BJP അധികാരത്തിൽ വരില്ല. വന്നാൽ പോലും കേരളത്തിൽ 0 തന്നെ ആയിരിക്കും, ഒരു സംശയവും വേണ്ട. അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അറിയാം. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി ബോധ്യമുണ്ട്. ഒരു കാരണവശാലും കേരളത്തിൽ നിങ്ങൾ